നാട്ടിൽ നിന്ന് തുടരുന്നു. കുട്ടനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയത്തിൽ മുങ്ങിയപ്പോൾ രക്ഷകരായ ഒരു സർക്കാർ സംവിധാനമുണ്ട്. മത്സ്യത്തൊഴിലാളികളും സൈന്യവും രക്ഷാപ്രവർത്തകരും എത്തും മുമ്പ് കുട്ടനാട്ടുകാരെ ഒഴിപ്പിച്ചത് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകളാണ്. 5 വാട്ടർ ആംബുലൻസ് ഉൾപ്പെടെ 37 ബോട്ടുകളിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുട്ടനാട്ടിലെ പ്രളയമുഖത്ത് രക്ഷകനായെത്തിയ മറ്റൊരു അറിയപ്പെടാത്ത ഹീറോ, അതാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 37 ബോട്ടുകൾ. കുട്ടനാട് മേഖലയിൽ പ്രതിദിനം സർവീസ് നടത്തുന്ന സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ അധീനതയിലുള്ള ബോട്ടുകൾ. പ്രളയത്തിൽ മുങ്ങിയപ്പോൾ കുട്ടനാട്ടുകാർക്ക് രക്ഷാമാർഗമായത് ഈ ബോട്ടുകളാണ്. ജലഗതാഗത വകുപ്പിന് കീഴിലെ ജീവനക്കാരെല്ലാം ഊണും ഉറക്കവും മറന്ന് കുട്ടനാടൻ കായലിലൂടെ ബോട്ടുകൾ ഓടിച്ചു. ഓരോ തവണയും 150ഓളം പേരെയാണ് ബോട്ടുകളിൽ പുറത്തേക്കെത്തിച്ചത്. ആളുകളുടെ ഉപജീവനമാർഗമായ കന്നുകാലികളും ഇതിനൊപ്പം ഉൾപ്പെടും. വിവിധ പ്രദേശങ്ങളിൽപ്പെട്ട ആൾക്കാരെ എസി റോഡ് ഉപരോധിച്ച് നിന്ന് പോയല്ലോ. അപ്പോൾ അതിൽ നിന്ന് വന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ജലഗതാഗത വകുപ്പിലെ ബോട്ടിൽ നമ്മൾക്ക് ചെയ്യാവുന്നതിനപ്പുറം നമ്മൾ ചെയ്തിട്ടുണ്ട്. വാട്ടർ ആംബുലൻസ് ശരിക്കും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണം 100% സത്യമാണ്. അത് പ്രയോജനപ്പെടുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഏകദേശം ഒരു 650ഓളം രോഗികളെയും ഹോസ്പിറ്റലിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള കുടുങ്ങിപ്പോയ പ്രായമുള്ളവരെയൊക്കെ ഈ ഒരു റെസ്ക്യൂ ബോട്ട് ഉള്ളതുകൊണ്ട് എത്തിക്കാനും അതുമൂലം മരണസംഖ്യ വളരെയധികം കുറയ്ക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പുളിങ്കുന്ന് ആശുപത്രി പ്രളയത്തിൽ മുങ്ങിയപ്പോൾ രക്ഷകരായത് ജലഗതാഗത വകുപ്പിന്റെ വാട്ടർ ആംബുലൻസ് ബോട്ടുകൾ. അവശ്യഘട്ടത്തിൽ കൂടുതൽ വാട്ടർ ആംബുലൻസ് എത്തിച്ചതോടെ രക്ഷാപ്രവർത്തനം പരമാവധിയാക്കി. ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാട്ടിലെ 12 സ്റ്റേഷനുകളിലെ സർവീസും ഇന്നുവരെ നടത്തിയത് സൗജന്യ യാത്ര. മഹാപ്രളയകാലത്ത് യാത്രാ സംവിധാനം ജീവൻ രക്ഷാമാർഗമായി മാറിയപ്പോൾ സ്രാങ്കും ലാസ്കറും തുടങ്ങി ജലഗതാഗത വകുപ്പിലെ ഓരോ ജീവനക്കാരനും നിറഞ്ഞ ആത്മസംതൃപ്തി. ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, ആലപ്പുഴ. പ്രളയത്തിൽ മുങ്ങിയ കുട്ടനാടിനെ കരകയറ്റാൻ സഹായവുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും. നിരവധി വിദ്യാർത്ഥികളാണ് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. കുട്ടനാടിനെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സ്വമേധയാ മുൻപോട്ട് വന്നിരിക്കുന്നത്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും സന്നദ്ധ സേവന രംഗത്ത് സജീവമാണ്. വീടുകൾക്ക് പറ്റിയ തകരാറുകളെല്ലാം നോക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ വന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വില്ലേജിൽ നിന്ന് വന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്നുവെച്ചാൽ നഷ്ടപരിഹാരവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പല എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളുണ്ട്, പോളിടെക്നിക്കിൽ പഠിക്കുന്നവരുമുണ്ട്. ഇലക്ട്രിക്കൽ, സിവിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് നഷ്ടത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കുന്നത്. വീടുകൾ തോറും കയറിയിറങ്ങി വിദ്യാർത്ഥികൾ കണക്കെടുപ്പ് നടത്തുന്നു. ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 3-4 പിള്ളേർ കാണും. ആ പിള്ളേർക്ക് ഒരു സാറിനെ അസൈൻ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. ഓവർസിയർ ആയിരിക്കും പഞ്ചായത്തിൽ. ഇതിപ്പോൾ എല്ലാവരും വെള്ളം പൊങ്ങി കിടക്കുമല്ലേ. ഞങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെറുതെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും നല്ല ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതല്ലേ. പഞ്ചായത്ത് ഡിവിഷൻ ഓഫീസിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് വാർഡുകളിലേക്ക് അയക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, ആലപ്പുഴ. പെരുംപ്രളയത്തിൽ മൂന്നാറിന് നഷ്ടമായത് അതിന്റെ ഏറ്റവും പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായ ഗവൺമെന്റ് കോളേജ്. ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഹോസ്റ്റൽ കെട്ടിടം ഉൾപ്പെടെയാണ് നിലംപൊത്തിയത്. പ്രധാന കെട്ടിടങ്ങളെല്ലാം വീണതോടെ അധ്യയനവും അനിശ്ചിതത്വത്തിലായി. 2005 മൂന്നാർ മണ്ണിടിച്ചിലിൽ കനത്ത നാശമുണ്ടായ കോളേജ് പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും പച്ചപിടിച്ചു വരികയായിരുന്നു. ഹോസ്റ്റൽ സമുച്ചയം, നൂതന സൗകര്യങ്ങളുള്ള അക്കാദമിക് ബ്ലോക്ക് എന്നിവ ക്യാമ്പസിൽ തലയുയർത്തി നിന്നു. 19-ന് ഉദ്ഘാടനം നടത്താനിരുന്ന വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനത്തിന് 4 നാൾ മുമ്പ് നിലംപൊത്തി. മണ്ണിടിച്ചിലിനൊപ്പം താഴേക്ക് പതിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും ബാക്കിയില്ല. പെൺകുട്ടികൾക്കായി പുതിയതായിട്ട് പണിത ഒരു ലേഡീസ് ഹോസ്റ്റൽ, ഒരു പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ്, അതിൻ്റെ താഴെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബ്, ഒരു ലാറ്റിൻ, ഒരു പമ്പ് ഹൗസ്, ഒരു കിണർ, അതിൻ്റെ അടുത്തുള്ള ഒരു 8 ക്ലാസ് മുറികൾ, പിന്നെ ഒരു സ്റ്റാഫ് റൂം, ഇത്രയൊക്കെയാണ്. പിന്നെ അതല്ലാതെ അക്കാഡമിക് ബ്ലോക്കിൽ കുറേ ബാക്കിലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഒരു സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഉരുൾപൊട്ടൽ. ദിവസങ്ങൾക്ക് മുമ്പ് വരെ കളിച്ചിരികളാൽ നിറഞ്ഞ ക്യാമ്പസ് ക്ഷണനേരം കൊണ്ട് തകർന്നു തരിപ്പണമായതിന്റെ സങ്കടത്തിലാണ് വിദ്യാർത്ഥികൾ. இங்கே மொத்தம் 3 பில்டிங்கு, அதில் 2 பில்டிங் மொத்தம் போச்சு. ஆஃபீஸ் மட்டும்தான் இருக்குது. கிளாஸ் ரூம் மொத்தம் வேஸ்ட்டாக போச்சு. இன்னும் இங்கே படிக்க முடியாது. இங்கே படிக்கிறப்ப இங்கே லைஃப்லாம் வேஸ்ட்டாக போகுது. அதனால் காலேஜ் இங்கே பக்கத்தில் ஏதாச்சும் ஒரு മാറ്റി കൊടുത്ത് கொஞ்சம் ഉദവി பண்ணணும். കഴിഞ്ഞ തവണ കോളേജ് തകർന്നപ്പോഴും മൂന്നാർ കോളനിയിലെ തകര ഷെഡുകളിലായിരുന്നു അധ്യയനം. കൂടുതൽ സൗകര്യമുള്ള ഇടങ്ങളിലേക്ക് ക്യാമ്പസ് മാറ്റണമെന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്.
2005 മണ്ണിടിച്ചിലിൽ ഭാഗ്യമായി തകർന്ന കോളേജ് കെട്ടിടം 2018 നിശേഷം തകർന്നിരിക്കുന്നു. കുന്നിൻ ചെരുവുകളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന റിസോർട്ടുകളടക്കമുള്ള കെട്ടിടങ്ങളുടെ സുരക്ഷയും ചോദ്യചിഹ്നമാവുന്നു. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ഉരുൾപൊട്ടലിൽ സ്കൂളുകളിലേക്കുള്ള വഴി തകർന്നതിനാൽ അധ്യയനം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലാണ് മൂന്നാർ കണ്ണിമല UP സ്കൂൾ. അവധിക്ക് ശേഷം ക്ലാസുകൾ തുടങ്ങിയെങ്കിലും 7 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പേമാരിയോടൊപ്പം എത്തിയ ഉരുൾപൊട്ടലിൽ കണ്ണിമല സ്കൂളിലേക്കുള്ള വഴി തന്നെ ഒലിച്ചുപോയി. അധ്യാപകർ സമാന്തര പാതയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഞാണിന്മേൽ കളിയാണ് യാത്ര. நாங்கள் ஸ்கூலுக்கு போகிற வழியில் ஒந்தி இடிஞ்சிருச்சு. அதனால் நாங்கள் காட்டு வழியாக தான் வரோம். காட்டு வழியில் அட்டையெல்லாம் இருக்குது. அதனால் கொஞ்சம் பயமாக இருக்குது. കാട്ട് വഴിയാ വരണാല സ്ലിപ്പ് ആയിരിച്ചാ ആത്തുക്കുള്ള വീഴും. വലിയൊക്കെ ബ്ലോക്ക് ആയിരിക്കും. ഞങ്ങൾ കാട്ടിന്റെ കൂടിയാ വരുന്നത്. അവിടെ ഞങ്ങൾ സ്ലിപ്പായി ഞങ്ങൾ അവിടെ താഴെ വീണ് ആറ്റിന്റെ കൂടിയാ വരുന്നത്. ഞങ്ങൾ സ്കൂളിൽ വെല്ല വരുന്നില്ല. ഞങ്ങൾ എങ്ങനെ നടന്നു വരുന്ന തെരിയില്ല. ആരും ഒന്നും ഒരു നടപടിക്ക് കൂടെ എടുത്തില്ല. 17 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ 7 വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലെത്തിയത്. ഉരുൾപൊട്ടലിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി. പെരിയവാരപ്പാലം തകർന്നതിനാൽ ഉച്ചഭക്ഷണത്തിനുള്ള അരിയും എത്തുന്നില്ല. സ്കൂളിലേക്ക് വരുന്ന നടപ്പാതയെല്ലാം പൂർണ്ണമായും ഒലിച്ചുപോയി. സ്കൂളിന്റെ ബോർഡ് പോലും ഇല്ല അവിടെ. അതുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടികൾക്ക് വരാനുള്ള വഴിയില്ല. വാഹനങ്ങൾ കടന്നു വരുന്നില്ല. സ്കൂളിലേക്ക് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കൊണ്ടുവരാനുള്ള വഴിയില്ല. അത് കൊണ്ടുവരാൻ വേണ്ടി പെരിയവര പാലവും പോയി. ഉരുൾപൊട്ടലിൽ സ്കൂളിന്റെ വശങ്ങളിലും മണ്ണിടിഞ്ഞിരുന്നു. ഇവ നീക്കം ചെയ്യുന്നതിനും നടപടികൾ എടുത്തിട്ടില്ല. വഴിനേരെയായില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനാവില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ദുർഘടമായ ഈ കാട്ടുപാത താണ്ടി വേണം ഈ കുട്ടികൾ സ്കൂളിലെത്താൻ. സ്കൂളിലെത്തിയാലോ വെള്ളവുമില്ല, അരിയുമില്ല. കണ്ണിമലയിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ തയ്യാറെടുത്ത് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖല. പ്രളയക്കെടുതിയിൽ കോടികളുടെ നാശനഷ്ടം നേരിട്ടെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരികൾക്കായി തുറക്കുന്നതിനുള്ള തിരക്കിലാണ് DTPC. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതോടെ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല. ഇടുക്കിയിൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഏക പ്രതീക്ഷ വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. കാലവർഷക്കെടുതിയിൽ കനത്ത നാശനഷ്ടമാണ് വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടായത്. DTPCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ മാത്രം 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കേന്ദ്രങ്ങളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നിലവിൽ വിനോദസഞ്ചാര മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ച് വിനോദസഞ്ചാരത്തിന് അനുമതി ലഭിക്കുന്നതിന് മുൻപായി കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനുള്ള പരിശ്രമമാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ DTPC നടത്തിവരുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് നേരിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ സെന്ററിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളുടെയും DTPC ജീവനക്കാരുടെയും സഹകരണത്തോടെ എല്ലാം ശുചീകരണം നടത്തി ഉടനെ തന്നെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഇതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, രാമക്കൽമേട്, പാഞ്ചാലിമേട്, കുമളി എന്നിവിടങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അധികം വൈകാതെ ബോട്ടിംഗ് പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നീലക്കുറിഞ്ഞി വസന്തത്തിന്റെ സാധ്യതകൾ ഇനിയും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. വിനോദസഞ്ചാരികൾ എത്തുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട് അധികൃതർക്ക്. ന്യൂസ് 18 ഇടുക്കി. പ്രളയം തകർത്തെറിഞ്ഞ വയനാട്ടിലെ കാർഷിക മേഖല അതിജീവനത്തിന്റെ പാതയിൽ. വെള്ളക്കെട്ടൊഴിഞ്ഞതോടെ പാടങ്ങളിൽ കൃഷി ഇറക്കുന്ന തിരക്കിലാണ് കർഷകർ. പ്രളയത്തിൽ മുങ്ങിയ മണിയങ്കോട്ടെ ഒരു പാടമാണിത്. വെള്ളക്കെട്ടൊഴിഞ്ഞതോടെ വീണ്ടും വാഴത്തൈ നടുന്നതിന്റെ തിരക്കിലാണ് കർഷകർ. ചെളിക്കണ്ടത്തിൽ മുള പൊട്ടിത്തുടങ്ങുന്ന നേന്ത്രവാഴത്തൈകൾ. കൃഷിക്കായി നിലമൊരുക്കുന്ന ജോലിയും തകൃതിയിൽ നടക്കുന്നു. കൃഷിപ്പണിക്കപ്പുറം ഒരു ലോകമില്ലാത്തവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം. ഇല്ല, മഴ കൊണ്ടൊന്നും പുറകോട്ടൊന്നും ഒരു പരിപാടിയില്ല. ചെയ്യാണ്ടൊക്കെ യാതൊരു നിവൃത്തിയില്ല. ഇവിടെ ഏതെള്ളും പണി. വയനാട്ടിൽ വാരകൃഷി അല്ലാണ്ട് വേറെ ഒരു പണിയില്ല.
കാപ്പിത്തോട്ടത്തിലാണെങ്കിൽ കാപ്പീൻ്റെ കച്ചറ വെട്ടിയിട്ട് ഒരു പായിട്ടിട്ട് കാപ്പി പറിച്ചാൽ പിന്നെ ഒരു പണിയില്ല ഇവിടെ. ഇത് തന്നെയാണ് പരിപാടി കൊണ്ട് അവിടെ ജീവിച്ചത്. ഇത് നശിച്ചാൽ പിന്നെ മരിക്കുന്നതില്ല, പിന്നെ ഒരു പണിയില്ല ഇവിടെ. വയനാട്ടിൽ വല്ലപ്പോഴും ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോഴുള്ളത്. കാലാവസ്ഥ അനുകൂലമായതോടെ പ്രളയം തകർത്ത കൃഷിയിടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് കർഷകർ. മഴക്കെടുതിയൊന്നും വയനാട്ടിലെ കർഷകരുടെ ഇച്ഛാശക്തിയെ തകർത്തിട്ടില്ല. പ്രളയം വിഴുങ്ങിയ വയലുകൾക്ക് പ്രതീക്ഷയുടെ പുതുജീവൻ നൽകാൻ അവർ പാടത്തിറങ്ങി തുടങ്ങി. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. FCIയിലെ ധാന്യനീക്കം സുഗമമാക്കാൻ നടപടി. ഞായറാഴ്ചയും ഗോഡൌണുകളിൽ ജോലി ചെയ്യാമെന്ന് തൊഴിലാളികൾ ഭക്ഷ്യമന്ത്രി പി തിലോത്തമന് ഉറപ്പ് നൽകി. FCI ഉദ്യോഗസ്ഥരും തൊഴിലാളി പ്രതിനിധികളുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മറ്റ് സംസ്ഥാനങ്ങളിലെ FCI ഗോഡൌണുകളിലെ പോലെ കേരളത്തിലും തൊഴിലാളികൾ ഞായറാഴ്ച ജോലി ചെയ്യണമെന്നാണ് കേന്ദ്ര നിലപാട്. തൊഴിലാളികൾ ഇതിന് തയ്യാറാകാത്തത് കാരണം ധാന്യനീക്കം വൈകുന്നെന്ന് കാട്ടി FCI ജനറൽ മാനേജർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പ്രളയബാധിതർക്ക് കേന്ദ്രം അനുവദിച്ച അധിക ധാന്യവിഹിത നീക്കത്തെയും ഇത് ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യമന്ത്രി യോഗം വിളിച്ചത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നും വേണ്ടിവന്നാൽ ഞായറാഴ്ചയും ജോലിക്ക് തയ്യാറാണെന്നും തൊഴിലാളികൾ മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ തൊഴിലാളികൾ ഒരൊറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധമാണ്. എന്നാൽ ഇങ്ങനെ കൂടി 9 മണിക്ക് തന്നെ ജോലി ആരംഭിക്കണം, വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാർ. കേന്ദ്ര സർക്കാർ നിർബന്ധമുണ്ട്, കേന്ദ്ര FCIക്ക് നിർബന്ധമുണ്ട് ഞങ്ങൾ ഞായറാഴ്ചയും ജോലി ചെയ്യണമെന്നുള്ളത്. ആ സമീപനത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ലിഫ്റ്റ് തീരുന്നില്ല, ഞങ്ങൾ ഞായറാഴ്ച ജോലി ചെയ്തു തരാം. കേന്ദ്രം അനുവദിച്ച 85,000 മെട്രിക് ടൺ അരി സൗജന്യമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അരി സൗജന്യമായി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന മന്ത്രി. നമുക്ക് ഫ്ലഡിന്റെ സന്ദർഭമായതുകൊണ്ട് നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ തരണം, അതല്ലെങ്കിൽ സബ്സിഡി റേറ്റിലെങ്കിലും തരണം. പ്രളയത്തിൽ നശിച്ച ധാന്യശേഖരത്തിന്റെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നു. ഇതിനുശേഷം കേന്ദ്രത്തോട് കൂടുതൽ ധാന്യവിഹിതം ആവശ്യപ്പെടാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയ ദുരിത ബാധിതർക്ക് കൈത്താങ്ങായി വൃദ്ധസദനത്തിലെ അന്തേവാസികളും. തൃശൂരിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ വൃദ്ധസദനത്തിലെ അന്തേവാസികളും ജീവനക്കാരും 40,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജോലി ചെയ്ത് സമ്പാദിച്ച പണമാണ് അന്തേവാസികൾ പ്രളയബാധിതർക്ക് നൽകിയത്. കഴിഞ്ഞ വർഷം എൻ്റെ ചെറിയ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചെറിയ ചേച്ചി മരിച്ചു. അപ്പോൾ ആങ്ങളുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി 4 500 രൂപ വീതം അങ്ങനെ 2,000 രൂപ എനിക്ക് തന്നു. അതുകൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 1,000 രൂപ ഞാൻ ഇവിടെ ഇതിലേക്ക് കൊടുത്തു. ബാക്കി 1,000 രൂപയുള്ളൂ. എനിക്ക് മരുന്ന് മേടിക്കുകയൊക്കെ വേണം. സ്വയം ഉരുകുമ്പോഴും പ്രകാശം പരത്തി മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നവർ. നന്മയുടെ നെയ്ത്തിരിവെട്ടമാണ് ഈ അന്തേവാസികൾ. മരുന്ന് വാങ്ങാൻ കരുതിയതും പെൻഷൻ കിട്ടിയ തുക മിച്ചം പിടിച്ചതുമൊക്കെയായി മുഴുവൻ സമ്പാദ്യവും ദുരിതബാധിതർക്ക് നൽകി വേറിട്ട മാതൃകയാവുകയാണ് ഇവർ. ആരും അറിയാതെ കൊടുക്കണമെന്നായിരുന്നു. ഞാൻ ആരെങ്കിലും സാറിനോട് ഞങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഏൽപ്പിച്ച് കൊടുക്കാമെന്ന്. അപ്പം ഈ അമ്മീനെ ആദ്യം പറഞ്ഞത് ഞാൻ തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിരത്തി പിന്നെ ഓരോരുത്തർ ഇള്ളയിൽ നമുക്ക് കുറച്ചുള്ളോ അതിലൊരു ഓഹരി അണ്ണാരക്കണ്ണനും തന്നല്ല എന്ന് പറഞ്ഞ പോലെ കൊച്ചൊരു സഹായം എളീത്. സന്തോഷത്തോടു കൂടി തന്നെ കൊടുത്തത്. പെൻഷൻ കിട്ടിയിട്ടുള്ള പൈസയാണ് കൊടുത്തത്. സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ അപകടം പറ്റിയിട്ട് നമ്മൾ എല്ലാവരും കൊടുക്കണ്ടേ, അതിനൊന്നും ഒരു ഇതില്ല. അന്തേവാസികൾ 35,000 രൂപയും ജീവനക്കാർ 5,000 രൂപയും നൽകി. ഉറ്റവരും ഉടയവരും കരുണ കാട്ടാതെ ഉപേക്ഷിച്ചുവെങ്കിലും ദുരിതത്തിൽ തളർന്നവരെ ചേർത്തുപിടിച്ച് വഴികാട്ടുകയാണിവർ. നാളെ എന്ന പ്രതീക്ഷ ബാക്കി വയ്ക്കാതെ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും പ്രളയബാധിതർക്കായി ഇവർ മാറ്റിവെച്ചു. വാർദ്ധക്യത്തിലും പ്രായം തളർത്താതെ നന്മയുടെ പൊൻതിരിവെട്ടമാവുകയാണ് ഈ അച്ഛനമ്മമാർ. രാജു ഗുരുവായൂരിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കാലവർഷത്തിൽ ദുരിതത്തിലായ കോതമംഗലം പോങ്ങിൻ ചുവട് ആദിവാസി കോളനിയിൽ എൽദോസ് കുന്നപ്പള്ളി MLA സന്ദർശനം നടത്തി. വിവിധ സന്നദ്ധ സംഘടനകൾ സൗജന്യമായി നൽകിയ ഭക്ഷണ കിറ്റുകളും കോളനിയിൽ വിതരണം ചെയ്തു. ശക്തമായ മഴയും ഉരുൾപൊട്ടലും മൂലം ദിവസങ്ങളോളം ഒറ്റപ്പെട്ടുപോയ പൊങ്ങിൻ ചുവട് ആദിവാസി കോളനിയിൽ എൽദോസ് കുന്നപ്പള്ളി MLA സന്ദർശനം നടത്തി. ഇവിടുത്തെ ആളുകളെ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാട്ടാനകളുടെ ശല്യമാണ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. ബണ്ടബർഗ് ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 1.5 ലക്ഷം രൂപയുടെ വിവിധങ്ങളായ പലവ്യഞ്ജനങ്ങൾ
കൊണ്ടുവന്ന് ഇവർക്ക് നൽകുകയാണ്. ഇവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ പ്രവർത്തനങ്ങളെ ഞാൻ പ്രശംസിക്കുകയാണ്. ഇവരുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ പങ്കാളിയാകുവാൻ വേണ്ടിയിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ വേങ്ങൂർ പഞ്ചായത്തിലാണ് പൊങ്ങൻചുവട് ആദിവാസി കോളനി. പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ എത്താൻ കിലോമീറ്ററുകൾ താണ്ടണം. മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ ഇവിടം ദിവസങ്ങളോളം ഒറ്റപ്പെട്ടു പോയിരുന്നു. ഓസ്ട്രേലിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബണ്ടാബർഗ് ഇന്ത്യൻ മലയാളി അസോസിയേഷൻ സമാഹരിച്ച ഭക്ഷണ കിറ്റുകളുടെ വിതരണം MLA നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോബിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ആദിവാസി കോളനികളിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംരംഭമാണ്. ഏകദേശം നമുക്ക് 1.5 ലക്ഷം രൂപയോളം ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി സമാഹരിക്കാൻ കഴിഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ചവരുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ അതിജീവനം പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. ദുരന്തമുഖത്തു നിന്നുള്ള അതിജീവനം അസാധ്യമല്ല എന്ന സന്ദേശവുമായി ഡോക്യുമെന്ററി പുറത്തിറക്കി. പ്രളയം സർവ്വതും തച്ചു തകർത്ത ജീവിതങ്ങൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ഏതൊരു ദുരന്തത്തെയും അതിജീവിച്ചവർ പിന്നീട് കടന്നുപോകുക കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാവും. ഇവരെ സമാശ്വസിപ്പിക്കാനുള്ള പദ്ധതിയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അതിജീവനം. അതിജീവനത്തിന്റെ മാനസികാരോഗ്യം എന്ന പേരിൽ ഡോക്യുമെന്ററി പുറത്തിറക്കി. പ്രകൃതി ദുരന്തത്തെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെയും സധൈര്യം നേരിടുന്നതിന് ആളുകളെ പ്രാപ്തരാക്കുന്ന സന്ദേശം നൽകുന്നതാണ് ഡോക്യുമെന്ററി. ബാക്കി കാര്യങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ അവനവൻ്റെ മെൻറ്റാലിറ്റി ആദ്യം ഒന്ന് സ്ട്രോങ് ആവണം. തീർച്ചയായും ഇത് നഷ്ടപ്പെട്ട ആളുകൾക്ക് മാനസികമായി എന്തായാലും വളരെയധികം ഡൗൺ ആയിട്ടുണ്ടാവുമല്ലോ. അതെ അതാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് ഓർഗനൈസേഷനാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. സാമൂഹ്യനീതി വകുപ്പ്, ഇംഹാൻസ് എന്നിവയും പദ്ധതിയിൽ കൈകോർക്കുന്നു. അതിജീവനം പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ കൗൺസിലിംഗ് നടത്തുന്നതിന് 100 പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി. ന്യൂസ് 18 കോഴിക്കോട്. പ്രളയത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പൊന്നാനിയിൽ ശാസ്ത്രീയ സർവേ, മൊബൈൽ ആപ്ലിക്കേഷനും ഡ്രോൺ സർവേയും ഉപയോഗിച്ച് വീടുകളുടെയും സ്ഥലങ്ങളുടെയും കൃത്യമായ മാപ്പിംഗും നടത്തും. പൊന്നാനി മണ്ഡലത്തിലെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി കൃത്യമായ നാശനഷ്ടങ്ങൾ മനസ്സിലാക്കുകയാണ് സർവേയുടെ ലക്ഷ്യം. മൊബൈൽ ആപ്ലിക്കേഷനും ഡ്രോൺ ക്യാമറയും ഉപയോഗിച്ചായിരിക്കും സർവേ നടത്തുക. കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സർവേ നടത്താൻ സജ്ജരായിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഉപകരണങ്ങളുടെ വിവരങ്ങൾ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്താം. നമുക്ക് ഉടനടി ഡാറ്റ കിട്ടാന്നല്ല. നമ്മുടെ പല സർവേകൾക്കും പ്രശ്നം വരുന്നത് നമ്മൾ പേപ്പറിൽ സ്ക്രൈബ് ചെയ്യാണ്. ആ സ്ക്രൈബ് ചെയ്ത ശേഷം വീണ്ടും ഒരു ഹ്യൂമൻ റിസോഴ്സ്, വെയിൽ കൊണ്ട ഹ്യൂമൻ റിസോഴ്സിന് പുറമെ ഒരാൾ ഡാറ്റാ സെൻറ്ററിലിരുന്ന് വീണ്ടും ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ നമുക്ക് ഡാറ്റ ഇറ്റ്സ് ബിക്കംസ് എ ബഞ്ച് ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ ആ ബഞ്ച് ഓഫ് റെക്കോർഡ്സിന് പിന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരുപാട് പ്രശ്നം. ഇപ്പോൾ നമുക്ക് മിനിറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ആകാശ സർവേ വഴി വീടുകളുടെയും സ്ഥലങ്ങളുടെയും കൃത്യമായ മാപ്പിംഗും നടത്തും. പൊന്നാനി നഗരസഭയിലും മറ്റ് 5 പഞ്ചായത്തുകളിലുമാണ് സർവേ നടത്തുക. സർവേയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പൊന്നാനി. കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുമ്പൻചോലയിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ആനയെ തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഉടുമ്പൻചോല മേഖലയിലെ ശാന്തരുവി, മേലെ ശാന്തരുവി, നമരി, പാപ്പൻപാറ, മാൻകുത്തിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഏക്കർ കണക്കിന് കൃഷിയിടമാണ് ആന നശിപ്പിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതും നിത്യസംഭവമായിരിക്കുകയാണ്. സ്ഥിതി രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോലയിൽ റോഡ് ഉപരോധിച്ചത്. ഉടുമ്പൻചോല വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. നിരവധി ആളുകൾക്ക് വീണ്ടും താമസിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് ആളുകൾക്ക് കൃഷി ചെയ്യുവാനോ അതുപോലെ തന്നെ വിളയെടുക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് തെരുവിലേക്ക്. 3 വർഷത്തിൽ കൂടുതലായി ആന ഈ രീതിയിൽ ഇവിടെ ശല്യം ചെയ്യാൻ തുടങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടും നാട്ടുകാർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്ന് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ദേവികുളം റേഞ്ച് ഓഫീസർ ഫോണിൽ വിവരങ്ങൾ ധരിപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചതോടെയാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്.
കാര്യം കേട്ട് ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. പോലീസിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടിയന്തരമായി മൂന്നാറുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഒരാഴ്ചത്തേക്ക് ഡിപ്ലോയ് ചെയ്യാനും മൂന്നാറിൽ നിന്നും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സേവനം മേഖലയിൽ ലഭ്യമാക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. സമരത്തിനിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. സമരം അവസാനിച്ച് വാഹനങ്ങൾ കടത്തിവിട്ട ശേഷവും പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടത് വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ന്യൂസ് 18 രാജാക്കാട്. ഇടവേള. നടിയെ ആക്രമിച്ച കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റപത്രത്തിന്റെ ഭാഗമായ കൂടുതൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. ഇതിനകം 85 രേഖകൾ പ്രോസിക്യൂഷൻ കൈമാറിയെങ്കിലും 35ഓളം രേഖകൾ ഇനിയും ലഭിക്കാനുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം തന്റെ കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. 4ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഭീകരവാദത്തിന് എതിരായ പോരാട്ടവും വാണിജ്യ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യവും ഉച്ചകോടിയിൽ മുഖ്യ ചർച്ചയാകും. പശുപതിനാഥ് ക്ഷേത്ര കോംപ്ലക്സിൽ നേപ്പാൾ ഭാരത് മൈത്രി ധർമ്മശാലയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും.